ഇവിടെ സത്യപ്രതിജ്ഞ ചൊല്ലുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ നേതൃത്വത്തിൽ സമാനതകളില്ലാത്ത ജീവനോടുള്ളവരെ രക്ഷപ്പെടുത്തുന്നതിനും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ നൽകുന്നതിനും ദുരിതാശ്വാസ ക്യാമ്പ് കുറ്റമറ്റതായി നടത്തുന്നതിനും വീടുകളിലേക്ക് തിരിച്ചു പോകുന്നവർക്ക് കേരള സർക്കാർ നടത്തിയ പ്രവർത്തനം മാതൃകാപരമാണ്. എന്നാൽ ദുരന്തമുണ്ടായി 125 ദിവസം പിന്നിടുമ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ദുരന്തബാധിതരോടുള്ള സമീപനം നാളിതുവരെ 1 രൂപയുടെ സാമ്പത്തിക സഹായം ചെയ്യുവാനോ L3 ഗണത്തിൽപ്പെടുത്തി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനോ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല. വിശദ റിപ്പോർട്ട് കിട്ടിയിരുന്നില്ല എന്നായിരുന്നു ആദ്യവാദം. എന്നാൽ കേരള സർക്കാർ ആഗസ്റ്റ് 17 തന്നെ വിശദ റിപ്പോർട്ട് നൽകിയതാണ്. എന്നിട്ടും ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്നും ഒരു നയാ പൈസ തരാൻ തയ്യാറാകാതെ കൊടും ക്രൂരതയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. മുണ്ടക്കയിലും ചൂരൽമലയിലും ദുരന്തം പെയ്തിറങ്ങി ആഴ്ചകൾക്ക് ശേഷം മഴക്കെടുതിയുണ്ടായ ആന്ധ്രാപ്രദേശിലെ ഒരു റിപ്പോർട്ടും തേടാതെ ദിവസങ്ങൾക്കകം നൽകിയത് 3448 കോടി രൂപയാണ്. മഴക്കെടുതിയിലൂടെ 4 പേർ മരണമടഞ്ഞ ത്രിപുരയ്ക്ക് 24 മണിക്കൂറിനുള്ളിൽ നൽകിയത് 40 കോടി രൂപയും. ദുരന്തമുഖത്ത് പോലും രാഷ്ട്രീയം കാണുന്ന അതൊരു ചെറിയ ഉരുൾപൊട്ടൽ അല്ലേ എന്ന മുൻ കേന്ദ്രമന്ത്രിയുടെ വാദം എത്രമാത്രം മനുഷ്യത്വരഹിതമാണ്. കേന്ദ്ര സർക്കാരും ബി ജെ പിയും ദുരന്തമുഖത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിന്റെ വലിയ ഉദാഹരണമാണിത്. കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം സമീപനത്തിനെതിരെ മനുഷ്യച്ചങ്ങല തീർത്ത് നാടിന്റെ പ്രതിഷേധമറിയിക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അടിയന്തരമായി അവസാനിപ്പിക്കണം. ദുരന്തത്തെ L3 ഗണത്തിൽ ഉൾപ്പെടുത്തി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. ദുരന്തബാധിതർക്ക് അവകാശപ്പെട്ട കേന്ദ്ര സഹായം ഉടൻ നൽകണം എന്നീ ആവശ്യങ്ങൾ ഡിവൈഎഫ്ഐ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നു. അല്ലാത്തപക്ഷം ദുരന്തബാധിതരുടെ അവകാശങ്ങൾക്കായി ബഹുജനങ്ങളെ ആകെ അണിനിരത്തി അതിശക്തമായ പ്രക്ഷോഭവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ.